ശബരിമലയിൽ നടന്നിരിക്കുന്നത് കെട്ടുകഴിവില്ലാത്ത എന്താണ് സംരക്ഷിക്കേണ്ടവർ തന്നെ ആരാച്ചാർമാരായ കെട്ടുകഴിവില്ലാത്ത കുറ്റകൃത്യമാണ് എന്ന് ഹൈക്കോടതി പറയുന്ന ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അറസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് സ്മാർട്ട് ക്രിയേഷന്റെ CEO പങ്കജ് ഭണ്ഡാരിയും ഈ തട്ടിയ സ്വർണം വാങ്ങി പണം കൊടുത്ത് വാങ്ങി എന്ന് കരുതപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന ഈ പറയുന്ന ഗോവർദ്ധൻ വൃദ്ധം ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമാണ്. ഈ രണ്ടുപേരും കേസന്വേഷണത്തിൽ ഏറെ നിർണായകമായ അറസ്റ്റുകളാണ്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഉണ്ടാവേണ്ട അറസ്റ്റാണ്. എന്തുകൊണ്ടാണ് ഈ പങ്കജ് ഭണ്ഡാരിയുടെയും ഇയാളുടെയും അറസ്റ്റ് വൈകുന്നത് എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ ഉയർന്നതാണ്. അതുകൊണ്ട് വൈകിയാണെങ്കിലും അറസ്റ്റ് ഉണ്ടാകുന്നു. പ്രതികളെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് മനീഷ് മഹിപാൽ കൂടി ചേരുന്നുണ്ട്. മനീഷ്, പ്രതികളിപ്പോൾ അവിടെ ഉണ്ടോ? ഹാഷ്മി, ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഈ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികൾ പങ്കജ് ഭണ്ഡാരിയെയും അതുപോലെ തന്നെ ഈ കേസിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഇവിടെ കസ്റ്റഡിയിലെടുത്ത നിലവിൽ ഈഞ്ചയ്ക്കുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരെ ഇനി അറസ്റ്റ് സാങ്കേതികമായി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പിന്നീട് ഇവരെ കൊല്ലം, ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് മാറ്റി ഇതിന് വിജിലൻസ്, അതായത് മറ്റൊരു കേസ് കൂടി വന്നതോടുകൂടിയാണ് ഈ കേസ് പിന്നീട് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ആക്കിയത്. അങ്ങനെ ഈ 2 പ്രതികളെയും ഇനി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കും. ഇന്നലെ തന്നെ ഇവരുടെ 2 പേരുടെ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തുന്ന സൂചനയാണ് ലഭ്യമായിട്ടുള്ളത്. ഈ കേസിൽ ആദ്യഘട്ടം, അതായത് നേരത്തെ വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുമ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ 2 പേരുടെയും മൊഴി എടുത്തതാണ്. പക്ഷേ ഈ 2 പേരും ആ ഘട്ടത്തിൽ ഈ ശബരിമല കൊള്ളയുമായി തങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല എന്ന മൊഴിയായിരുന്നു നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിലാണ് വലിയ വൈരുദ്ധ്യം ഈ വിജിലൻസ് ആദ്യം രേഖപ്പെടുത്തിൽ നിന്നും പിന്നീട് SIT രേഖപ്പെടുത്തുമ്പോൾ കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ നിന്ന് എത്തിച്ച ഈ സ്വർണം പൂശിയ ഈ കട്ടിളപ്പാളി അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ ആദ്യം എത്തിച്ചത് ചെന്നൈയിലായിരുന്നു. അവിടെ നിന്നാണ് ഇടനിലക്കാരനായിട്ടുള്ള കൽപേഷ് മുഖാന്തരം അത് ഗോവർദ്ധന് മാത്രം കൊടുത്തു എന്നുള്ള നിലവിൽ കണ്ടെത്തൽ. പക്ഷേ ഇത് ആർക്കൊക്കെ വിറ്റു, ശബരിമലയിലെ ഇത്തരത്തിലുള്ള ഈ സ്വർണം അവിടെ നിന്നും ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർപ്പെടുത്തിയ ശേഷം പിന്നീട് എവിടെയൊക്കെ കൊടുത്തു, ആർക്കൊക്കെ വിറ്റു, എവിടെയൊക്കെ ഭക്തി മാർഗത്തിൽ കാഴ്ചവെച്ച് പണം സ്വരൂപിച്ചിട്ടുണ്ടടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എന്നാണെങ്കിൽ ഈ കേസിൽ ഇവർക്ക് 2 പേർക്കും പ്രധാനമായും പങ്കുണ്ട്. ഇതിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയാണ് ഈ സ്ഥാപനത്തിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും ഈ സ്വർണവും ഈ ചെമ്പും വേർപ്പെടുത്തിയ ശേഷം അത് കൽപേഷിന് കൊടുത്തതും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി അത് പിന്നീട് ഈ ഗോവർദ്ധന് നൽകിയതും. ഗോവർദ്ധന്റെ കർണാടകയിലെ ബെല്ലാരിയിലെ ഒരു സ്വർണ്ണ വ്യാപാരിയാണ് ഗോവർദ്ധന്റെ വീട്ടിലും ഫ്ളാറ്റിലും ഒക്കെ തന്നെ അയാളുടെ സ്വർണ്ണ വ്യാപാര കേന്ദ്രത്തിലടക്കം പരിശോധന നേരത്തെ കഴിഞ്ഞ 1.5 മാസങ്ങൾക്കും SIT നടത്തിയിരുന്നു. ആ സമയത്ത് ഇയാളുടെ വീട്ടിൽ നിന്നും ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നും സ്വർണം കണ്ടെത്തിയിരുന്നു. അന്ന് കണ്ടെത്തിയ സ്വർണം അത് ഈ ശബരിമലയിലെ സ്വർണ്ണമാണോ എന്ന തരത്തിലുള്ള എന്ന് കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഒരു പക്ഷേ ആ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ടാകാം. ആ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ശബരിമലയിലെ സ്വർണവുമായി താരതമ്യം ചെയ്യാവുന്ന തരത്തിലുള്ള സ്വർണം ഈ പങ്കജ് ഭണ്ഡാരി കൊടുത്ത ഈ ഗോവർദ്ധന്റെ പക്കൽ നിന്നും കണ്ടെത്തിയത് കൊണ്ടാകാം ഈ 2 പേരെ കൂടി ഈ കേസിൽ എന്താണെങ്കിലും പ്രതി ആക്കാനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയിട്ടുള്ളത്. ഇനി ഇവരുടെ റോൾ എന്താണ്? ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമാണോ, അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ? ഈ വേർപ്പെടുത്തിയ സ്വർണം ഗോവർദ്ധന് മാത്രമാണോ നൽകിയത്? അല്ലെങ്കിൽ ഇത് നേരത്തെ കോടതി തന്നെ, അതായത് ദേവസ്വം ബെഞ്ച് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ മുരാരി ബാബുവിലോ മാത്രം ഒതുങ്ങേണ്ട കേസല്ല, ഇത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി തന്നെ ഈ കേസിന് ബന്ധമുണ്ടോ എന്ന് SITയോട് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത് സർക്കാരായിരുന്നില്ല, കോടതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിന് ഇപ്പോൾ പുതിയ കുറേ മാനങ്ങൾ കൂടി വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോടതിയുടെ തന്നെ വിമർശനം ഉണ്ടായിരുന്നു. ഈ കേസിൽ SITയുടെ അന്വേഷണം പത്മകുമാറിൽ മാത്രം നിന്നുകൊണ്ട് അവസാനിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഇത് പത്മകുമാറിൽ അവസാനിക്കുന്നില്ല, ഇത് പുതിയ മാനത്തിലേക്ക് വരുന്നു. പങ്കജ് ഭണ്ഡാരിയെയും തുടക്കത്തിൽ നമ്മൾ പരിചിതം ഈ കേസ് ഉറപ്പായും അതിൽ പല മാനങ്ങളുണ്ട്. അതിനിടയിൽ അന്വേഷണ പുരോഗതിയിൽ ഇടയ്ക്കൊരു ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നുണ്ട് ഇത് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളല്ല, ദ്വാരപാലകരെ തന്നെ അവിടുന്ന് ഒരു കൺസർവബിൾ മോണിറ്ററി ബെനിഫിറ്റിന് മറ്റൊരാൾക്ക് കൊടുത്തോ വിറ്റോ എന്ന കാര്യം അന്വേഷിക്കണം എന്ന് കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു ഉത്തരവിലാണ് സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞു. കോടതി വെറുതെ ചുമ്മാ ഒരു രസനയൊന്നും പറയുന്നതല്ല. കോടതിക്ക് ഗുരുതരമായ സംശയങ്ങൾ ഉണ്ടാകുന്നത് SIT സമർപ്പിക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ തന്നെയാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് എന്ന സംശയത്തിലേക്ക് അതിലാദ്യം സ്ഥിരീകരണം ഉണ്ടാവേണ്ടത് ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ ദ്വാരപാലക പാളികൾ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നവരിൽ പ്രധാനിയാണ് പങ്കജ് ഭണ്ഡാരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.